എന്നെ സ്നേഹിക്കുന്ന പ്രിയരെ, ഞാൻ ഈ വീഡിയോ നിങ്ങളിലേക്ക് കൈമാറുന്നത് ഒരു സഹായ അഭ്യർത്ഥനയുമായിട്ടാണ്. ഈ ചാനൽ ഫോളോ ചെയ്യുന്ന, നിരന്തരമായി ഫോളോ ചെയ്യുന്നവർക്കറിയാം, സഹായ അഭ്യർത്ഥനയുമായി വല്ലപ്പോഴുമൊക്കെ ഞാൻ വീഡിയോ ചെയ്യാറുണ്ട്. അത് എൻ്റെ വ്യക്തിപരമായ ആവശ്യത്തിന് വേണ്ടിയിട്ടല്ല ഞാൻ അങ്ങനെ സഹായ അഭ്യർത്ഥന പറയാറ്. മറിച്ച് നിർധനരായിട്ടുള്ള, അത്യാവശ്യക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് വേണ്ടി, അതൊന്നെങ്കിൽ രോഗികളായിരുന്നിട്ട് ചികിത്സിക്കാൻ പണമില്ലാതെ, മരുന്ന് വാങ്ങാൻ പണമില്ലാത്ത അവസ്ഥയിലൂടെ കടന്നു പോകുന്ന വ്യക്തികൾക്കായിരിക്കും സഹായ അഭ്യർത്ഥന ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കൈമാറാറ്. അങ്ങനെ കൈമാറിയിട്ടുള്ളപ്പോഴെല്ലാം നിങ്ങളാലാവും വിധം സപ്പോർട്ട് ചെയ്തു, നമ്മൾ ഒന്നിച്ച് അവർക്ക് വേണ്ടി നിന്നിട്ടുണ്ട്. അപ്പോഴെല്ലാം ദൈവം നമ്മുടെ ഇടയിൽ പ്രവർത്തിച്ച് അവർക്കൊരാശ്വാസവും വിടുതലുമായിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. അങ്ങനെ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള, ഒരുമിച്ച് നിൽക്കാൻ മനസ്സ് കാണിച്ച എല്ലാവരോടും ആദ്യം തന്നെ ഞാൻ സ്നേഹം എൻ്റെ ഹൃദയത്തിൽ നിന്നും അറിയിക്കുന്നു. ഇപ്പോഴും ഈ വീഡിയോ ഞാൻ കൈമാറുവാനായിട്ടുള്ള പ്രധാന റീസൺ, കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ്റെ മുന്നിൽ വന്ന ഒരു വിഷയം, അത് മരുന്നിന് വേണ്ടിയിട്ടല്ല, രോഗത്തിൻ്റെ അവസ്ഥയിലുള്ളതല്ല, മറിച്ച് ഒരു ഭവനമില്ലാതെ ഭാരപ്പെടുന്ന ഒരു കുടുംബം. ഞാൻ ആദ്യം ചിന്തിച്ചു, ആ കുടുംബത്തെ നിങ്ങളുടെ മുന്നിൽ കാണിച്ച് ഒരു വീഡിയോ ചെയ്യാമെന്നാണ് ഞാൻ ആദ്യം ചിന്തിച്ചത്. പക്ഷെ പിന്നീട് അതെന്തോ എൻ്റെ മനസ്സിലൊരു തൃപ്തി വരാത്തത് കൊണ്ട്, കാരണം പഠിക്കുന്ന 2 കുഞ്ഞു കൊച്ചുങ്ങൾ അവർക്കുണ്ട്. അപ്പോൾ തന്നെ ആ സഹോദരി അധികം പ്രായമില്ലാത്ത ഒരു സഹോദരിയാണ്. 34-35 വയസ്സ് പ്രായം മാത്രമേ ഉള്ളൂ. അവരുടെ ഭർത്താവ് കഴിഞ്ഞ 2 വർഷം മുമ്പ് മരണപ്പെട്ട് ഈ ഭൂമിയിൽ നിന്നും മാറ്റപ്പെട്ടു. ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റാതെ സ്റ്റക്കായി നിൽക്കുന്ന പ്രധാന കാര്യം, ഒരു ഭവനം അവർക്കില്ല. ചെറിയൊരു വരുമാനം കൊണ്ട് ജീവിക്കുന്നു. അതുകൊണ്ട് അവരുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസമോ മുന്നോട്ടുള്ള ഒരു കാര്യത്തിനും തികയാത്തൊരവസ്ഥയിൽ നിൽക്കുമ്പോൾ തന്നെ അവർക്കൊരു ഭവനമില്ലെന്നുള്ളതും വലിയൊരു ചോദ്യചിഹ്നത്തിൽ നിൽക്കുക. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ആ വിഷയം അറിഞ്ഞപ്പോൾ എനിക്കിവർക്ക് മനസ്സ് തുറന്ന് സഹായിക്കണമെന്ന് ആഗ്രഹമുണ്ടായി. ഞാൻ എന്നാൽ കഴിയുന്ന പല കാര്യങ്ങളും ചെയ്തു. പക്ഷേ വ്യക്തിപരമായി നമുക്ക് ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ വലിയൊരു തുക അവർക്ക് ആവശ്യമായിട്ടുള്ളത് കൊണ്ട് ചില സഹായങ്ങളൊക്കെ ഞാൻ ആരോടും പറയാതെ തന്നെ എന്നാൽ കഴിയുന്നത് പോലെ, ഒത്തിരി ഉണ്ടായിട്ടൊന്നല്ല, പക്ഷെ കയ്യിലുള്ളത് കൊണ്ട്, എന്നെ അറിയുന്നവർക്കറിയാം, കയ്യിലുള്ളത് കൊണ്ട് ഞാൻ എന്നാൽ കഴിയുന്നത് പോലെ സഹായിച്ച് മറ്റുള്ളവരെ അറിയിക്കാതെ ഞാൻ അത് ചെയ്തു പോവാറുണ്ട്. പക്ഷെ ഈ ഒരു വിഷയം ഒരു വീടിൻ്റെ വിഷയമായതുകൊണ്ട്, ഒറ്റയ്ക്ക് എനിക്ക് പറ്റാത്തത് കൊണ്ടും ഞാൻ നിങ്ങളിലേക്ക് ഈ വിഷയം കൈമാറുക. ഞാൻ ഇവർക്ക് വേണ്ടി ഒരു വീട് പോയി നോക്കി. ആ വീട് 5 ലക്ഷം രൂപയാണ് അവർ പറഞ്ഞത്. കുറച്ച് സ്ഥലമുണ്ട്, ഒരു വീടുണ്ട്. പക്ഷെ അവിടുത്തെ പ്രശ്നം, ആ വീടിന് പേപ്പറുകളില്ല, ആധാരോ പട്ടയോ ഒന്നുമില്ല. അങ്ങനത്തെ ഒരു വീടാണ് പോയി കണ്ടത്. ഞാൻ അത്യാവശ്യമായതുകൊണ്ട് അതെങ്കിലും വാങ്ങാമെന്നുള്ളൊരു ആഗ്രഹം എൻ്റെ മനസ്സിൽ തോന്നി. പക്ഷെ പിന്നീട് ഞാൻ ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ, ഇപ്പോൾ ആ പണം മുടക്കി കഴിഞ്ഞാൽ വീണ്ടും അവർക്ക് അതിൽ നിന്നൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവർക്കത് ബുദ്ധിമുട്ടായി മാറും. അപ്പോൾ ഞാൻ വീണ്ടും അതിനുവേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരുന്ന ഒത്തിരി സ്ഥലത്ത് അന്വേഷിച്ചു. അപ്പോൾ വേറൊരു വീട് ഞാൻ കണ്ടുവച്ചിട്ടുള്ളത് ചെറിയൊരു സ്ഥലം, ആ സ്ഥലത്തിനുള്ളിൽ ഓടിട്ട കുഞ്ഞൊരു വീട്. 8 ലക്ഷം രൂപയാണ് അവർ പറയുന്നത്. ആ പണം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ കുടുംബത്തെ സുഖമായിട്ട് അവിടേക്ക് മാറ്റി പാർപ്പിക്കാം. ഞാൻ ആദ്യം ചിന്തിച്ചു വാടക വീട്ടിലേക്ക് ഇവരെ വിടാമെന്നൊക്കെ ഞാൻ ചിന്തിച്ചു. പക്ഷെ വാടക വീടെന്ന് പറഞ്ഞാലും ഏറ്റവും കുറഞ്ഞ ഒരു 3000 രൂപ വാടകയില്ലാതെ ഒരു വാടക വീട് ഇപ്പോൾ കിട്ടത്തില്ല. അങ്ങനെ ഇവരുടെ വരുമാനം വെച്ച് വാടക കൊടുത്ത് കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം നടത്തി, പിന്നെ അവർക്ക് ജീവിക്കാൻ പോലും പല ദിവസങ്ങളും ഇവരിപ്പോൾ തന്നെ പട്ടിണിയാണ്. വാടക ഇങ്ങനെ ഇല്ലാതിരുന്നിട്ട് പോലും പട്ടിണിയുടെ അവസ്ഥയിൽ അവർ കടന്നു പോകുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്ക് വീണ്ടും വാടക വീടും കൂടി കൈമാറുമ്പോഴുള്ള ബുദ്ധിമുട്ട് കണക്കിലെടുത്തിട്ടാണ് ഞാൻ ഇങ്ങനൊരു സ്ഥലം ഞാൻ മനസ്സിലേക്ക് കൊണ്ടുവന്നത്. പക്ഷെ അത് അവരുടെ ജീവിതത്തിൽ വീണ്ടും പ്രശ്നമാകുമെന്ന് കണ്ടപ്പോൾ പേപ്പർ വർക്കുകൾ ക്ലിയർ ആയിട്ടുള്ള ഒരു സ്ഥലം ഇവരുടെ ജീവിതത്തിൽ വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അതിനുവേണ്ടി ഞാൻ ഒരു സ്ഥലം കണ്ടുവച്ചു. 8 ലക്ഷം രൂപ ചെലവ് വരും. എന്നെ കേൾക്കുന്ന പ്രിയരെ, കേൾക്കുമ്പോൾ 8 ലക്ഷം വലിയൊരു സംഭവമായിട്ട് തോന്നുമായിരിക്കാം, അല്ലെങ്കിൽ വലിയൊരു എമൗണ്ട് ആയിട്ട് തോന്നും. പക്ഷെ എന്നെ കേൾക്കുന്ന ഓരോരുത്തരും 100 രൂപ വെച്ച് ആ വീടിലേക്ക്, ആ കുടുംബത്തെ സ്നേഹിച്ച് അയക്കാൻ മനസ്സ് കാണിക്കുമെങ്കിൽ, നമുക്ക് ഒരുമിച്ച് കൈകോർത്താൽ ആ കുടുംബത്തിന് നല്ലൊരു ഭവനം വരും. നല്ലൊരു വീടെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഒരു ഓടിട്ട വീട്, ഒരു മുറി മാത്രം, ഒരു ഹോളും ഒരു മുറിയും
ഒരു കിച്ചണും ഒരു ബാത്റൂമും ഉള്ള ഒരു വീട്, ചെറിയൊരു വീട് ആ കുടുംബത്തിന് കൊടുക്കാൻ നമുക്ക് ഒരുമിച്ച് പറ്റും. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഈ വിഷയത്തിന് വേണ്ടി കരം കോർക്കാൻ മനസ്സ് കാണിക്കുമെങ്കിൽ 100 രൂപ മാത്രം, 100 രൂപ ചലഞ്ചായിട്ട് നമുക്കിത് ഏറ്റെടുത്താൽ നല്ലൊരു ഭവനം, അല്ലെങ്കിൽ കയറി താമസിക്കാൻ ഒരു ഭവനം ആ കുടുംബത്തിന് കിട്ടും. ഞാൻ ആ കുടുംബത്തെ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരാത്തതിൻ്റെ കാരണം അവർക്കതൊരു ഒരു വിഷമം ഉണ്ടാകണ്ട എന്ന് കരുതിയിട്ട് അവർ എന്നോട് പറഞ്ഞത് അത് ചെയ്യാമെന്ന് പറഞ്ഞതാണ്. പക്ഷെ എൻ്റെ മനസ്സിൽ നമ്മൾ ചെയ്യുന്നത് ആരും അറിയാതെ ആ കുടുംബത്തിനൊരു ആശ്വാസമാകണമെന്ന് കരുതിയത് കൊണ്ടാണ് ഞാൻ അവരുടെ അക്കൗണ്ട് ഡീറ്റെയിൽസും ഫോൺ നമ്പറും ഗൂഗിൾ പേ നമ്പറും ഈ വീഡിയോയിൽ ഞാൻ കൊടുക്കാം. നിങ്ങൾ നേരിട്ട് വിളിക്കുക, നേരിട്ട് സംസാരിക്കുക, നേരിട്ട് അവരുടെ അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുക്കുക. അത് അവർക്കൊരു ആശ്വാസമായി മാറട്ടെ. ഞാൻ വിശ്വസിക്കുന്നു എന്നെ സ്നേഹിക്കുന്ന നിങ്ങൾ ആ 100 രൂപ ചലഞ്ചിൽ നിങ്ങൾ സഹകരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം. അപ്പോൾ തന്നെ ഒരുപക്ഷെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ സാരമില്ല, നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പറ്റുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർ സഹായിക്കട്ടെ. നമുക്കൊരു കുടുംബത്തെ നമ്മോട് കൂടെ ചേർത്ത് നിർത്താം. ദൈവം നമ്മെ സഹായിക്കട്ടെ.